അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിമുടി മാറിയിരിക്കുകയാണ് വടകര റെയിൽവേ സ്റ്റേഷൻ. കാണാം ഒരു റിപ്പോർട്ട്. 22 കോടി രൂപ ചെലവഴിച്ച് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷനാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ തന്നെ ആദ്യം പ്രവൃത്തി പൂർത്തീകരിക്കുന്ന സ്റ്റേഷൻ കൂടിയാണ് വടകര. കേരള ശൈലിയിൽ നവീകരിച്ച കെട്ടിടമാണ് സ്റ്റേഷന്റെ ഏറെ ആകർഷണം. ടിക്കറ്റ് കൗണ്ടർ, പ്ലാറ്റ്ഫോം എന്നിവയെല്ലാം നവീകരിച്ചു. സ്റ്റേഷനിലേക്ക് 15 മീറ്റർ വീതിയിൽ നടപ്പാതയോടെ അകത്തേക്കും പുറത്തേക്കും 2 വരി പാതയും ഒരുക്കിയിട്ടുണ്ട്. 8582 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പാർക്കിംഗും തയ്യാർ. രണ്ടാം ഘട്ടത്തിൽ ഇത് വിപുലപ്പെടുത്തും. പെരുമാലിൽ കൺസ്ട്രക്ഷൻസ് ആണ് വടകരയിലെ നവീകരണം ഏറ്റെടുത്തത്. പ്രധാന കെട്ടിടത്തോട് ചേർന്ന് വെർട്ടിക്കൽ ഗാർഡന് പുറമെ റെയിൽവേ കുളവും പരിസരവും സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. സ്റ്റേഷനിലേക്കുള്ള പ്രധാന പാതയിലെല്ലാം ചെടികൾ വെച്ചുപിടിപ്പിച്ചിട്ടുമുണ്ട്. വടകര റെയിൽവേ സ്റ്റേഷൻ മാറിയതിൻ്റെ അനുഭവത്തിലാണ് ഒരു സാധാരണ യാത്രക്കാരൻ നിലയിൽ ഞാനുള്ളത്. കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളോ അല്ല ഇപ്പോഴുള്ളത്. കാരണം അത് അടിമുടി മാറിക്കഴിഞ്ഞു. ടെക്നിക്കലി മാറിയിട്ടുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളിൽ അത് മാറിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു മാറ്റത്തെ യാത്രക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വടകരയുടെ ഈ ഒരു സംവിധാനം മാറിയതിനെ യാത്രക്കാരെന്ന നിലയിൽ ഏറ്റവും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു, അഭിസംബോധന ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിലെ കാഴ്ച വിമാനത്താവളത്തെ വെല്ലുന്നതാണ്. മനോഹരമായ മേൽക്കൂര, നൂറുകണക്കിന് ഇരിപ്പിടങ്ങൾ, പ്ലാറ്റ്ഫോമിലെ വൈദ്യുത വിളക്കുകൾ, CCTV ദൃശ്യങ്ങൾ, ഒപ്പം കുടിവെള്ള സൗകര്യവും. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലും എല്ലാ ഭാഗത്തും ഇരിപ്പിടങ്ങളുണ്ട്. 2 പ്ലാറ്റ്ഫോമിലും കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ബോർഡുകളും കാണാം. നിലവിൽ സ്റ്റേഷനിൽ ഒരു ലിഫ്റ്റും എസ്കലേറ്ററും ഉണ്ട്. AC കാത്തിരിപ്പ് മുറിയും ഇതിനകം യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. വിപുലമായ നവീകരണമാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഇപ്പോൾ സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ട്രെയിൻ യാത്രക്കാരെല്ലാം ആശ്രയിക്കുന്നത് പ്രധാനമായും വടകര റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. തീർച്ചയായും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് തുറന്നു കൊടുക്കുന്നതോടെ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാകും വർദ്ധിക്കുന്നത്. വടകരയിൽ നിന്നും ക്യാമറാമാൻ അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ്.